ഹായ്. പിരമിഡായിട്ട് മുമ്പോട്ട് ഒന്ന് പറഞ്ഞ രീതി Let them sing the song of love. ഞാൻ പോയി ദുബൈയിൽ പോയി. ഇത് മിസ്റ്റർ ATP ഡിസ്പാച്ചറാണ്. റിജില് കഴിഞ്ഞ പാർട്ടി കൊണ്ട് അടുത്ത പാർട്ടി ഇല്ലെന്ന് പറഞ്ഞ് പോയതാ പോയി. ചുണ്ടിലെന്ത് അരുണ സഹിത നഗര കാന്തിയോ ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ ഗാനമായി നീ ഉണർന്നു മുഖമാമൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു ഹൃദയമതു വൈശാഖസമുദ്രിൽ ചുണ്ടിലെന്ത് അരുണ സഹിത പതിനാലാം രാവിച്ചോ കല്ലായി കടവത്തോ पसीने पसीने तुझे से मेरी जान जिंदगानी तेरे पास मेरा दिल है मेरे प्यार की निशानी मुझे इश्क है तुझे से المزامين هي اللي بتعمل طبقة حامية على Bye.
നമ്മൾ ഈ ഒരു മല്ലു കൂട്ടായ്മയാണ്. അല്ലാതുള്ളത് മുത്താഴ്ച ഉണ്ടാവും, ശരവൺ ഉണ്ടാവും, ഒരു പകുതി ആയ ഹുസൈനുണ്ട്. മിക്കവാറും ആൾക്കാരും താഴത്തായിട്ട് പ്രൊമോട്ട് ചെയ്ത ആൾക്കാരാണ് ഉള്ളത്. പക്ഷേ അഞ്ചിൽ അങ്ങനെയല്ല, നേരിട്ട് റാമ്പേജ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ടെക്നിക്കലി പഠിച്ചിട്ട് നന്നായിട്ട്. പിന്നെ അൻസിലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ശരിയാ, പെട്ടെന്ന് ഇവിടെ നാട്ടില് മനസ്സിലായിട്ട് പോവായി. എന്നറിയാതെ പുലികളും സ്റ്റാറുകളും. അതിനാൽ ഇവരെ കൊണ്ടാണ് ഞാൻ രാത്രി ജോലി പണ്ടത്തെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്നതോ ഒരു സാധനം 2-3 സാധനങ്ങൾ നശിച്ചു പോട്ടെന്ന് പറഞ്ഞിട്ട് പെട്രോൾ ജീപ്പ് അങ്ങനെ കൊടുക്കാനുണ്ട്. പിന്നെ അങ്ങനത്തെ പുതിയ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു അത് കൊടുക്കാൻ. പിന്നെ ജ്യേഷ്ഠൻ നമ്മളെ കൂടെ ഉണ്ട്. ഇപ്പം നാവലയിലുണ്ട്. നമ്മൾ തന്നെ വേറെ ായിരുന്നു എല്ലാ ഇതും കഴിഞ്ഞ് ശരവണ തല പൊക്കിക്കോ. അറിഞ്ഞില്ലേ? ഞാൻ ഈ ടീമില് 3 മാസമായിട്ടുള്ളൂ വന്നിട്ട്. എന്നെ പരിചയപ്പെടുത്താൻ എൻ്റെ ഒരു പ്രഷർ മാത്യു. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്, തൊടുപുഴ. എല്ലാവർക്കും നമസ്കാരം. ട്രിവാൻഡ്രം ആറ്റിങ്ങൽ നടത്താൻ എന്റെ പേര് സലീം. ഞാൻ ബാംഗ്ലൂരിൽ നിന്നുള്ള ഡിപ്പാർട്ട്മെന്റിൽ ആളാണ്. இருக்கிற ஒரே ஒரு பீஸ் தமிழ்நாடுனா நான் ஒரு ஆள். ഹലോ, അപ്പൊ എല്ലാവർക്കും ഹായ്. അൻസിലൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ അൻസിൽ നല്ല ഇത് ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. ഞാനും തിരുവനന്തപുരത്ത് നിന്നാണ്. എല്ലാവർക്കും നമസ്കാരം. എന്നാൽ കൂടുതലൊന്നും പറയാനില്ല, എല്ലാം അൻസിലിനെ പറ്റിയിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല ഇത് മലപ്പുറം മഞ്ചേരി സ്വദേശി. നീസ തിരുവനന്തപുരം കുറെ ആയി പറയണം, പിന്നെ മലപ്പുറം പറയുന്നത്. ആ തമിഴ് പെട്ടെന്ന് വരുന്നില്ല. വാലേക്കും അസ്സലാം. അൻസിൽ ഞാൻ അൻസിലെ വിളിക്കല് ഈ വേദിയിൽ അൻസിൽ ഭായി വിളിക്കാം. നമ്മളത്ര ക്ലോസ് ആയ കാരണം അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ അക്ക ഒന്നുകൂടെ കൈ കൊടുക്ക. സോറി അക്ക. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഇവിടെ ഒരു ആൾക്കാർ പോകാൻ പറ്റാവുന്ന അനുഭവങ്ങൾ പങ്കുവെച്ച് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, അൻസിനായിട്ട് അതായത് പരിചയപ്പെട്ടൊന്നും ഒരിക്കലും മറക്കാത്ത അനുഭവം കാര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മിസ്റ്റർ അൻസിൻ. എൻ്റെ പേര് ഫൈസൽ, തൃശ്ശൂർ ജില്ല, ചാവക്കാട് സ്വദേശം. ഇന്നത്തെ ഈ പരിപാടിയുടെ സ്പോൺസർ എന്ന നിലയിൽ അൻസിന്റെ ഇന്നത്തെ ദിവസം ഞാൻ അവനെ മാനിക്കുന്നു. സാധാരണ അങ്ങനെയൊന്നല്ല. എല്ലാവിധ നമസ്കാരം. ഇന്ത്യ ഒത്തുകൂടലിലെ കാരണക്കാരായിട്ടുള്ള അൻസിലേക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എൻ്റെ പേര് മുഹമ്മദ് ആഷിഖ്, മലപ്പുറം ഹോട്ടൽ. അൻസിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊഫഷണലിസം കീപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർവൈസറാണ് അൻസിൽ. സ്ഥലം കൊല്ലം. 65 രൂപ ഫൈൻ കൊടുക്കേണ്ടി വന്നാണ്. എന്തായാലും ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം.
പിന്നെ ഞാൻ റഫീഖ് കുളിമാട് കോഴിക്കോട് ജില്ലയിൽ പിന്നെ അതിലും പിന്നെ RCI ജോയിൻ ചെയ്തപ്പോൾ ചെറിയ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അൻസിൽ ഭായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. പക്ഷേ ഞാനത് വേറെ രീതിയിലായിരുന്നു എടുത്തത്. എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഏതായാലും അതിലൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ നേരത്തെ ചോദിക്കുന്നത് ഇങ്ങനെ ഓപ്പണായിട്ട് പറയുമ്പോഴാണ് കുറച്ചുകൂടി എനിക്കെന്തോ കഥ പറയാണ്ടെന്നാ അൻസിൽ പറഞ്ഞത്. പറയണം തീർച്ചയായിട്ടും സ്റ്റോറി പറയാം. ക്ഷമന്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ടല്ലോ. സോറി സച്ചിൻ നമസ്കാരം എല്ലാവർക്കും. ഇന്നിവിടെ ഇങ്ങനെയൊരു വേദിയിൽ നമ്മളെല്ലാവരും ചേർന്ന് അൻസിൽ ഭായിയുടെ ഈ പാർട്ടിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒന്നും പഠിക്കേണ്ട തുടങ്ങി കൈ പിന്നെ കൊടുക്കാം. എല്ലാത്തിനും എൻ്റെ സമയമുണ്ട് ദാസ. പോയി എന്തൊക്കെ പറയാ സുനീഷ ഈ പരിപാടിക്ക് ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ നടത്തുമ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ഒരു 4-5 മെമ്പേഴ്സ് കൂടി ചേർന്ന ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലാണ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, റോസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പം എനിക്ക് തോന്നുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ മാനേജർ. കാരണം എന്താ വെച്ചാൽ ഈ കൂടുതൽ സംസാരിക്കുന്നത് അന്തസ് ഉയർത്തുന്നത് ആരും തലവെടുക്കാതെ നല്ല രീതിയിൽ ഞാൻ പൈസ നടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമസ്കാരം. വെറുതെ കയറി വന്ന കണ്ടേ തമ്പിയാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഓരോന്നായി പഠിപ്പിച്ചു. നമ്മുടെ സ്കൂളിൽ അങ്ങനെയാണ് ജാസും ഞാനും കൂട്ടായിട്ട് ചോദിക്കുന്നുണ്ട്. നിൽപ്പറിലേക്ക് എങ്ങനെ സഹിച്ചു പോകുന്നു ചോദിച്ചാൽ നിൽപ്പർ എങ്ങനെയാണ് സഹിക്കുന്നത്? നിൽപ്പറായിട്ടുള്ള പറഞ്ഞതുപോലെ എൻ്റെ വണ്ടിയിൽ കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇനി വണ്ടി തരാമോ, ഇനി നിന്റെ ടേണാകുമ്പോൾ ഓരോരുത്തർ ഇറങ്ങും, ആ നിന്റെ ടേണാകുമ്പോൾ പോയാൽ വിളിക്കാം. അതാണ് ഞാൻ നിൽപ്പർ വന്നു തുടങ്ങിയ ബന്ധമാണ് ഇന്നും അത് തുടരുന്നത്. അടിയും തമ്മിൽ ഞാൻ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാം ഈ ആസ്മാരിന് ചിരിക്കാത്ത വീണോ പറയാം. ആസ്മാരിനെ എപ്പോഴും ഇങ്ങനെ ഒരൊറ്റ ആസ്മാരിന് ചിരിക്കണമെന്നില്ല. ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഇവർക്ക് ചിരിക്കാൻ പറ്റാത്തത്? വീഡിയോല്ലേ ഞാൻ ആക്കി പോന്നു കേട്ടോ. സോമാസൊക്കെ ഞാൻ ആക്കി കൊണ്ടുവരാം. അത് കിട്ടിയിട്ടല്ല യൂട്യൂബ് ശാന്തനായിട്ട് കഴിക്കുന്ന കാര്യം
അങ്ങോട്ട് നോക്കി കുറച്ചൊരു കാര്യമോ അപ്പോഴാ മനസ്സിലായി. പിന്നെ നെയ്യത്തിന്റെ മുമ്പിൽ ഭയങ്കര തിരക്കത്ര നെയ്യത്തെന്ന സുബേലക്ക ക്യാമറ മലകുടിയെ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുൻപുള്ളൊരു പെൺ